സെക്കൻഡ് മോഡ്യൂളിൽ പറഞ്ഞതുപോലെ നമുക്കൊരു മെയിനായിട്ടുള്ളൊരു തിയറി പാർട്ട് കാണും. അത് ഷുവറായിട്ട് ഉണ്ട് എന്ന് പറഞ്ഞൊരു തിയറി പാർട്ടും കാണും, അതുപോലെ പ്രോബ്ലവും കാണും. ഇപ്പോൾ സെക്കൻഡ് മോഡ്യൂളിൻ്റെ കേസിൻ്റെ അകത്താണെങ്കിൽ എന്താണ്, ക്യാം ആണ് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളതും, കോറിയോളിസ് കമ്പോണന്റ് ഓഫ് അക്സലറേഷൻ ആണ് തിയറി പാർട്ടിൻ്റെ അകത്ത് മെയിനായിട്ടുള്ളത്. ഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറയാൻ നേരത്ത് അതിൻ്റെ അകത്ത് എന്തോന്നാണ്, വെലോസിറ്റി ഓഫ് എ ജോയിന്റ്, അതായത് ഒരു പോയിന്റിലെ വെലോസിറ്റിയും ഒമേഗ എന്ന് പറയുന്നത് ലിങ്കിൽ കാണപ്പെടുന്നതാണ്. ഒരു പോയിന്റിൽ കാണപ്പെടുന്നത് വെലോസിറ്റിയും ഒരു ലിങ്കിൽ കാണപ്പെടുന്നത് ഒമേഗയും, ആ ഒരു രീതിയിൽ വിചാരിക്കുക. അത് ഞാൻ കണക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. എനിവേ ഫസ്റ്റ് മോഡ്യൂളിലെ പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്കൊരു മെക്കാനിസം തന്നിരിക്കും, അതിൻ്റെ അകത്ത് വെലോസിറ്റി ആൻഡ് ഒമേഗ കണ്ടുപിടിക്കുന്നതാണ് ചോദ്യം. ഫസ്റ്റ് മോഡ്യൂളിലെ പ്രോബ്ലം എന്താണ്, വെലോസിറ്റി അല്ലെങ്കിൽ ഒമേഗ കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ അതാണ് അതിൻ്റെ പ്രോബ്ലം. ഇനി തിയറിക്കകത്തെ കൊമ്പൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു 3 ചോദ്യമാണ്, ഒരു 3 essay ക്വസ്റ്റ്യൻ പോലത്തെ ഒരു ചോദ്യമാണ്. എന്താന്ന് വെച്ചാൽ ഇൻവെർഷൻസ് ഓഫ് 4 ബാർ മെക്കാനിസം, ഇൻവെർഷൻസ് ഓഫ് സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം, ഇൻവെർഷൻസ് ഓഫ് ഡബിൾ സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം. അങ്ങനെ ഈ ഒരു 3 essay ക്വസ്റ്റ്യൻ ഉണ്ട്, 10 മാർക്കിന് ചോദിക്കാം. ഒന്നെങ്കിൽ ചിലപ്പം ഈ പ്രോബ്ലം ചോദിച്ചേക്കാം, അല്ലെങ്കിൽ ഈ ഇൻവെർഷൻസിന്റെ ഇത് തന്നെ ഈ 3 ചോദ്യത്തിൽ ഏതെങ്കിലും ഒരു ചോദ്യം 10 മാർക്കിന് ചോദിച്ചേക്കാം. പിന്നെ ചിലപ്പോൾ ഇത് രണ്ടും ചോദിച്ചേക്കാം. അപ്പോൾ പാർട്ട് ബിയിൽ തന്നെ ഓർ എ ഉണ്ട് ഓർ ബി ഉണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് ഓർ ബി ആയിട്ട് ചിലപ്പോൾ ഇത് ചോദിക്കാം, ഓർ എ ആയിട്ട് ചിലപ്പോൾ മറ്റേത് ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ക്വസ്റ്റ്യൻ കൺവീനിയന്റ് ആയിട്ടിരിക്കുന്നത്, ചിലപ്പം നമ്മൾ പഠിക്കുന്നതിന്റെ ചിലപ്പോൾ എക്സ്ട്രീം ലെവലൊക്കെ ആയിരിക്കാം ചിലപ്പോൾ പ്രോബ്ലമിൽ നിന്ന് ചോദിക്കുന്നത്, പഠിക്കുന്നതിന്റെ ചിലപ്പോൾ എക്സ്ട്രീം ലെവലൊക്കെ ചിലപ്പോൾ ചില സമയത്ത് ചോദിച്ചേക്കാം. അപ്പോൾ അത് ചിലപ്പോൾ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ആ സമയത്ത് ഈ 3 essay ക്വസ്റ്റ്യൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു essay ക്വസ്റ്റ്യൻ നമ്മൾ 3 essay ക്വസ്റ്റ്യൻ പഠിച്ചു വെക്കുകയാണെങ്കിൽ അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും ചോദിക്കുന്നത്, ഡയറക്റ്റ് കയറ്റി കൊടുക്കാവുന്നതേ ഉള്ളൂ. ഡയറക്റ്റ് കയറ്റി കൊടുക്കാവുന്നില്ല, അത് നമ്മൾ അറ്റൻഡ് ചെയ്യാവുന്നേ ഉള്ളൂ. എന്നൊക്കെയാണോ പറയുന്നത്? അതായത് ഞാൻ ആ 3 ക്വസ്റ്റ്യൻ പറയാം. മോഡ്യൂൾ 2-നകത്ത് ഞാൻ പറഞ്ഞല്ലോ എന്താണ്, കോറിയോളിസ് കമ്പോണന്റ് ഓഫ് അക്സലറേഷനും ക്യാമും. മോഡ്യൂൾ 1-ൻ്റെ അകത്ത് ഇൻവെർഷൻസ് ഓഫ് സ്ലൈഡർ ക്രാങ്ക്, ഇൻവെർഷൻസ് ഓഫ് 4 ബാർ മെക്കാനിസം, പിന്നെ ഇൻവെർഷൻസ് ഓഫ് ഡബിൾ സ്ലൈഡർ ക്രാങ്ക്. അങ്ങനെ ഒരു 3 ക്വസ്റ്റ്യൻ ഉണ്ട്, 3 essay ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഈ 3 essay ക്വസ്റ്റ്യൻസിന് ഓരോന്നും ചിലപ്പോൾ 10 മാർക്കിനൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. ഇതൊരു സെറ്റ് ഓഫ് സംഭവങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ മിക്കപ്പോഴും നമുക്ക് ഇത് ഒരു തവണയെ ചോദിച്ചിട്ടുള്ളൂ. സ്ലൈഡർ ക്രാങ്ക് ഇത് ചോദിച്ചിട്ടേ ഇല്ല. ഇത് കഴിഞ്ഞ പരീക്ഷയും കൂടെ ചേർത്ത് മൊത്തം 3 തവണ ചോദിച്ചു. ഓക്കെ, അതാണ് 4 ബാറിന്റെ ഇത്. അപ്പോൾ ഈ ഒരു ഇത് നിങ്ങൾ മസ്റ്റ് ടോപ്പ് പ്രിയോറിറ്റി കൊടുത്ത് നിങ്ങൾ ഇത് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ടും നിങ്ങൾക്ക് മോഡ്യൂൾ 1 അറ്റൻഡ് ചെയ്യാൻ പറ്റിയ കാര്യം. സപ്പോസ് ഇപ്പോൾ ഇൻവെർഷൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്, അല്ലെങ്കിൽ ആ പ്രോബ്ലം. ശരി, പ്രോബ്ലം എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ മോമിൽ മൊത്തം നമുക്ക് പഠിക്കാനുള്ളത് ഒന്നെങ്കിൽ സ്ലൈഡർ ക്രാങ്ക്, അതായത് ഫസ്റ്റ് മോഡ്യൂള് 4th മോഡ്യൂള് ഒക്കെ എടുക്കുവാണെങ്കിൽ സ്ലൈഡർ ക്രാങ്ക് അല്ലെങ്കിൽ 4 ബാർ, ഈ 2 സംഭവമാണ് നമ്മൾ പഠിക്കുന്നത്. 4 ബാർ മെക്കാനിസം അല്ലെങ്കിൽ സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം. ഓക്കെ, അപ്പോൾ അതിനകത്ത് സ്ലൈഡർ ക്രാങ്ക് എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ ഇരിക്കുന്നു വെച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഇതാണ് സ്ലൈഡർ ക്രാങ്ക്. അല്ലെങ്കിൽ സ്ലൈഡർ ക്രാങ്ക് എന്ന് വിചാരിക്കാൻ നേരത്ത് നിങ്ങൾ ഇതിനൊരു ട്രയാങ്കിൾ എന്ന് പറഞ്ഞ് വിചാരിച്ചു കൊടുക്കുക. ഓക്കെ, ട്രയാങ്കിൾ പോലെ 3 സൈഡ് കാണും. പിന്നെ 4 ബാർ എന്ന് പറയുമ്പോൾ അറിയാലോ 4 ബാർ, അതിനൊരു സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാങ്കിൾ എന്ന് പറഞ്ഞ് വിചാരിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ 4 ബാർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. അല്ലെങ്കിൽ ഇതിനിങ്ങനെയാണ് വെച്ചിരിക്കും. ഓക്കെ, ABCD എന്ന് പറഞ്ഞ് വരും, ഇത് OAB എന്ന് പറഞ്ഞ് വരും. അപ്പോൾ ഇതാണ് ഒരു 4 ബാർ മെക്കാനിസം, ഇതാണ് ഒരു സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം. ഫസ്റ്റ് മോഡ്യൂളിലും പിന്നെ അതുപോലെ തന്നെ 4th മോഡ്യൂളിലും നമ്മൾ ഈ 2 സാധനം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് മോഡ്യൂളിൽ നമുക്ക് എന്നാ ചെയ്യാൻ ചോദിക്കുന്നതെന്ന് വെച്ചാൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കും, വെലോസിറ്റി. അതുപോലെ തന്നെ ഒമേഗ കണ്ടുപിടിക്കാനും ചോദിക്കും. ഈ വെലോസിറ്റി എന്ന് പറയുന്ന സാധനം ഒരു ജോയിന്റിലായിട്ട് കാണപ്പെടുന്നതാണ്, അല്ലെങ്കിൽ ഒരു പോയിന്റിലായിട്ട്, ജോയിന്റ് അല്ലെങ്കിൽ ഒരു പോയിന്റിലായിട്ട് കാണപ്പെടുന്നതാണ്. ജോയിന്റ് അല്ലെങ്കിൽ പോയിന്റ്, ജോയിന്റ് എന്ന് ഇങ്ങനെ പറയാൻ പാടില്ല, അത് കണക്ട് ചെയ്യാൻ പറയാം അത് എങ്ങനെയാണ്. കാരണം അങ്ങനെ ഓർത്ത് വെക്കുമ്പോൾ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ഒരു ഐഡിയ കിട്ടും, അതുകൊണ്ടാണ് പറഞ്ഞത്. ജോയിന്റ് അല്ലെങ്കിൽ പോയിന്റ് എന്ന് പറഞ്ഞ് വിചാരിക്കുക. ഏത് വെലോസിറ്റി ഒമേഗ എന്ന് പറയുന്ന സംഭവം ഒരു ലിങ്കിൽ കാണപ്പെടുന്നതാണ്, ഒരു ലിങ്കിൽ. ഓക്കെ,
വെലോസിറ്റി എവിടെ കാണപ്പെടും? ജോയിന്റ് അല്ലെങ്കിൽ പോയിന്റ്. ഒമേഗ എന്ന് പറയുന്നത് ലിങ്കിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, ഇനിയിപ്പം ഇത് ലിങ്ക് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ലിങ്ക് ഇതൊരു ലിങ്കാണ്, ഇത് ഇനിയൊരു ലിങ്കാണ്, ഇത് ഇനിയൊരു ലിങ്ക്, ഇത് ഇനിയൊരു ലിങ്ക്. അപ്പോൾ മൊത്തം 4 ലിങ്ക് ഉണ്ട്. ഓക്കെ, ഇനിയിപ്പം സപ്പോസ് ഇവിടെ ഞാൻ വേറെ ഒന്നും വരയ്ക്കുകയാണ്. ഇത് മൊത്തം എത്ര ലിങ്കാ? ഇതൊരു ലിങ്ക്, ഇതൊരു ലിങ്ക്, ഇതൊരു ലിങ്ക്, ഇതൊരു ലിങ്ക്, ഇതൊരു ലിങ്ക്, മൊത്തം 5 ലിങ്ക്. മനസ്സിലായോ? ഇതിനകത്ത് ജോയിന്റ് എത്ര ജോയിന്റ് ഉണ്ട്? 1, 2 എണ്ണം കൂടിച്ചേരുന്നതാണ് ഒരു ജോയിന്റ്, 2 എണ്ണം കൂടിച്ചേരുന്നതാണ് ഒരു ജോയിന്റ്. അപ്പോൾ ഇത് ചേരുന്നു, ഇത് 1, ഇതും കൂടെ ചേർന്ന് ഇത് 2, ഇതും കൂടെ 3, 4, 5 അങ്ങനെ പറഞ്ഞു വരും. ഇനിയിപ്പോൾ സപ്പോസ് ഇതാണെങ്കിലോ, ഇപ്പം ഇങ്ങനെ ഒരെണ്ണം ഞാൻ വരച്ചു, ഇങ്ങനെ ഒരെണ്ണം വരച്ചു. അപ്പോൾ ഇതിനകത്ത് എത്ര ലിങ്ക് ഉണ്ട്? ഇതൊരു ലിങ്ക്, ഇതൊരു ലിങ്ക്, ഇതൊരു ലിങ്ക്, ഇതൊരു ലിങ്ക് അല്ലേ? ഇതിനകത്ത് എത്ര ജോയിന്റ് ഉണ്ട്? ഇതും കൂടെ ചേരുന്ന ഇത് ഒരു ജോയിന്റ്, ഇതും കൂടെ ചേരുന്നത് 2, ഇതും കൂടെ ചേരുന്നത് 3, ഇതും കൂടെ ചേരുന്നത് 4. ശരിയല്ലേ? ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇനിയിപ്പോൾ ഇതാണെങ്കിലോ, ഇതിനകത്ത് എത്ര ലിങ്ക് ഉണ്ട്? 1, 2, 3, 4, 5 ലിങ്ക് അല്ലേ? എത്ര ജോയിന്റ് ഉണ്ട്? ഇതും കൂടെ 2 എണ്ണം കൂടി ചേരുന്നതാണ് ഒരു ജോയിന്റ്. അപ്പോൾ ഇതും കൂടെ കൂടി ചേരുന്നത് 1, ഇതും കൂടെ 2, 3, 4, 5, 6. അപ്പോൾ എത്ര ജോയിന്റ് ആണ്? 6. എത്ര ലിങ്ക് ആണ്? 5. ഓക്കെ, ആ ഒരു കാര്യം. ഇതിപ്പോൾ ഞാൻ വേറൊരു ഇത് പറയുന്നതിനൊപ്പം തന്നെ വേറെ ഒരു സൈഡ് ടോപ്പിക്കും കൂടെ നൈസായിട്ട് പറഞ്ഞേക്കാം. ഇതിപ്പം ജോയിന്റും ലിങ്കും എടുക്കാൻ മനസ്സിലായല്ലോ. ഇനി ഹയ്യർ പെയർ എന്ന് പറഞ്ഞൊരു സാധനം കൂടെ ഉണ്ട്. ഹയ്യർ പെയർ എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇങ്ങനെ ഒരു മെക്കാനിസം ആണ്. അപ്പം ഇത് ഒരു സർക്കിളും വേറെ ഒരു സർക്കിളും കൂടെ കൂട്ടിമുട്ടുന്ന സ്ഥലം. ഇപ്പം 2 ലിങ്കും കൂടെ കൂട്ടിമുട്ടുന്നതിനെ നമ്മൾ ജോയിന്റ് എന്ന് പറയും. 2 സർക്കിളും കൂടെ കൂട്ടിമുട്ടുന്ന ആ ഒരു ഇതിനെ വന്നിട്ട് നമ്മൾ പറയുന്നത് ഹയ്യർ പെയർ എന്നാണ് പറയുന്നത്. അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് H. ഇപ്പോൾ ഇവിടെ ഹയ്യർ പെയർ എന്ന് പറഞ്ഞാൽ 1 അങ്ങനെ എടുക്കും. ഓക്കെ, ശരി. ഇപ്പം ഞാനിത് പറയുന്നതിന് കൂട്ടത്തിൽ വേറൊരു ടോപ്പിക്കാണ് പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ജസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പാർട്ട് ബിയിലെ പ്രോബ്ലമാറ്റിക് ഒക്കെയാണ് ഇപ്പോൾ ഇങ്ങനെ എടുക്കുന്നത്. ഇതിന് ശേഷം എല്ലാം കഴിഞ്ഞിട്ട് പാർട്ട്, അതായത് ഓരോ മോഡ്യൂളിനെ തിയറി ഏതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് ഇന്നതൊക്കെ ചോദിക്കാം, ഇന്നതൊക്കെ ചോദിച്ചാൽ ഇന്നതൊക്കെ ആണ് കൊടുക്കേണ്ടതെന്നുള്ള രീതിയിൽ ഒരു എക്സ്പ്ലനേഷനും കൂടെ മോഡ്യൂൾ വൈസും കൂടെ കാണും. ഇതിപ്പോൾ പ്രോബ്ലമാറ്റിക്കിൻ്റെ പറയുക. ശരി, ഇപ്പോൾ അത് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഷോർട്ടായിട്ട് DOF എന്ന് പറയും. അതായത് അത് ഒരു ലിങ്കിൻ്റെ ഒരു മെക്കാനിസം വന്നിട്ട് അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കും. അപ്പം ഇതിനെ കുഡ്സ്ബാക്ക് ക്രിട്ടേറിയ എന്ന് പറഞ്ഞാൽ ഉള്ളത്. കുഡ്സ്ബാക്ക് ക്രിട്ടേറിയ. പുള്ളിയുടെ ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ ഡിഗ്രീസ് ഓഫ് DOF is equal to 3 into n minus 1 minus 2j minus h. അതിൻ്റെ അകത്ത് n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ലിങ്ക്, ഓക്കെ, j എന്ന് പറയുന്നത് നമ്പർ ഓഫ് ജോയിന്റ്, ഓക്കെ, h എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഹയ്യർ പെയർ, ഓക്കെ. n എന്ന് പറയുന്ന നമ്പർ ഓഫ് ലിങ്ക്, j എന്ന് പറയുന്ന നമ്പർ ഓഫ് ജോയിന്റ്, h എന്ന് പറയുന്ന നമ്പർ ഓഫ് ഹയ്യർ പെയർ. അപ്പോൾ ഇതാണ് ആ ഇക്വേഷൻ. 3 into n minus 1 minus 2j minus h എന്ന് പറയുന്നതാണ് ഇക്വേഷൻ, ഓക്കെ. അപ്പം നമുക്കിപ്പം ഒരു ലിങ്ക് അവർ തന്നു. അതായത് ഇപ്പം ഇതാണെങ്കിൽ ഇതിൻ്റെ അകത്തെ അതായത് ഇങ്ങനെ ഒരു സംഭവം തന്നിരിക്കുക. ഒരു തവണ സിലബസിലാന്ന് തോന്നുന്നു ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും എന്തോന്നാണ് ഇതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയാണ്? ഇതിൻ്റെ അകത്തെ നമ്പർ ഓഫ് ലിങ്ക് എത്രയാണിത്? n എന്ന് പറയുന്നത് 1, ജോയിന്റ് എന്ന് പറയുന്നത് ഉണ്ടോ? ഇല്ല. j എന്ന് പറയുന്നത് 0, പിന്നെ h എന്ന് പറയുന്നതും 0. അപ്പം 3 into n minus 1 എന്ന് പറയുമ്പോൾ 1 minus 1, n minus 1 minus 2 into 0 minus 0 എന്ന് പറഞ്ഞ് വരും. അപ്പോൾ ഇത് എത്രയും പോകും? 1 minus 1 എന്ന് പറയുമ്പോൾ 0, 3 into 0 0. അപ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇതിൻ്റെ അകത്ത് എത്രയാണ്? 0 ആണ്. ഇനിയിപ്പോൾ സപ്പോസ് ഇങ്ങനെയാണെങ്കിലോ, ഇങ്ങനെ ഒരു മെക്കാനിസം തന്നിരിക്കും. അപ്പം ഇതിൻ്റെ നമ്പർ ഓഫ് ലിങ്ക് എത്രയാണ്? 1, 2. ജോയിന്റ് എത്രയാണ്? 2 എണ്ണം കൂടി ചേർന്നാണ് ഒരു ജോയിന്റ്. അപ്പം j എന്ന് പറയുന്നത് എത്ര? 1. h ഉണ്ടോ? 0. അപ്പം 3 into n minus 1 എന്ന് പറയുന്നത് 2 minus 1 minus 2 into j 1 minus 0 എന്ന് പറഞ്ഞു വരും. ഇത് പോയി. അപ്പം 2 minus 1 എന്ന് പറയുന്നത് 1. അപ്പോൾ 3 into 1 3 minus 2 എന്ന് പറഞ്ഞു വരും. 3 minus 2 1. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 1 എന്ന് പറയുന്നത്. പിന്നെ 3 എണ്ണമുള്ള ഇതാണെങ്കിൽ ഇങ്ങനെയാണെങ്കിലോ, ഇതിൻ്റെ അകത്ത് എത്ര എണ്ണം ഉണ്ട്? ലിങ്ക്, നമ്പർ ഓഫ് ലിങ്ക് എന്ന് പറഞ്ഞാൽ 1, 2, 3, ജോയിന്റ് 1, 2, 3, പിന്നെ ഹയർ പെയർ 0. അപ്പോൾ ഇതെങ്ങനെ എഴുതാം? 3 into n minus 1 minus
മൈനസ് എച്ച്. അപ്പം നിൻ്റെ 3 ഇൻറ്റു n മൈനസ് 1 3 മൈനസ് 1 മൈനസ് 2 ഇൻറ്റു 3 മൈനസ് 0. ഓക്കെ, ഈ 0 അങ്ങ് പോയി. 3 ഇൻറ്റു 3 3 ഇൻറ്റു 2 6 മൈനസ് 3 ഇൻറ്റു 6 ഇക്വൽ ടു മൈനസ് 0 അത് പോയി. അപ്പോൾ ഇത് 0 ആയി പോകും. ഇനിയിപ്പോൾ നമുക്ക് 4 ബാർ മെക്കാനിസവും സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസമാണ് നമുക്ക് മോമ് ഫുള്ളായിട്ട് പഠിക്കാനുള്ളത്. സ്ലൈഡർ ക്രാങ്ക് എന്ന് പറഞ്ഞ ഒരു ട്രയാങ്കിൾ ഷേപ്പ്, 4 ബാർ എന്ന് പറഞ്ഞ ഒരു സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാങ്കിൾ ഷേപ്പ്. ഓക്കെ, ഇനിയിപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു ലിങ്ക്, ഇത് ഫിക്സഡ് ലിങ്കാണ്, ഇത് 2, ഇത് 3, ഇത് 4, അങ്ങനെ മൊത്തം 4 ലിങ്ക് ഉണ്ട്. ഇതിൻ്റെ അകത്ത് എത്ര ലിങ്ക് ഉണ്ട്? ഇതൊരു ലിങ്ക്, OA ഇതൊരു ലിങ്ക്, ഇതൊരു ലിങ്ക്, പിന്നെ ഇവിടെയും ഇതിനൊരു ലിങ്ക് ആയിട്ട് എടുക്കണം. ഇവിടെ ഒരു ലിങ്ക് ഉണ്ടെന്ന് പറഞ്ഞ് വിചാരിക്കണം. സ്ലൈഡർ ക്രാങ്കിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾക്ക് ഡൗട്ട് അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കണമെങ്കിൽ ഈ ചെറിയൊരു പെട്ടി വരയ്ക്കുന്നതിൻ്റെ ഇതിനെ നിങ്ങൾ ഒരു സൈഡായിട്ട് ഇങ്ങനെ വിചാരിച്ചു, അത് ഇതിൻ്റെ ഒരു സൈഡായിട്ട് ഇങ്ങനെ വിചാരിച്ചു. എന്നിട്ട് ഇതിനെ നിങ്ങൾ എന്തോന്നായിട്ട് എടുക്കുക? 4 ആയിട്ട് എടുക്കുക. ഓക്കെ, ആക്ച്വലി ഇതൊരു ലിങ്ക്, ഇതൊരു ലിങ്ക്, ഇതൊരു ലിങ്ക്, പിന്നെ ഇവിടെ ഒരു ലിങ്ക് ഉണ്ട്. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. ശരി, ഇനി ഇപ്പോൾ 4 ബാർ എന്ന് പറയുമ്പോൾ നോക്കുമ്പോൾ തന്നെ 1 2 3 4 നമുക്ക് എടുക്കാൻ പറ്റും. സ്ലൈഡർ ക്രാങ്ക് ആണെങ്കിൽ 1 2 3 എന്ന് പറഞ്ഞ് ബാക്കി സ്ഥലങ്ങളെല്ലാം എടുക്കുക. ഈ പിസ്റ്റൺ വരുന്ന സ്ഥലമാണ് എന്തോന്ന്, അതിനകത്ത് ഈ ഒരു സംഭവത്തിനെ നിങ്ങൾ 4 ആയിട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ ഒരു ലിങ്ക് ഉണ്ടെന്നാണ് സ്ലൈഡർ ക്രാങ്കിൻ്റെ ഒരു ട്രൂത്ത്. അപ്പം അത് ആ ഒരു രീതിയിൽ തന്നെ ആ കോൺസെപ്റ്റ് എടുക്കുക. ശരി, ഇപ്പം ഒരു സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം ആണെങ്കിൽ ഈ വശത്തിലെ ഇതാണ് എന്തോന്ന്, ക്രാങ്ക്, ഇത് കണക്റ്റിംഗ് റോഡ്, ഇത് പിസ്റ്റൺ. ഓക്കെ, എൻ്റെ ഈ കയ്യിനെ ഞാൻ ക്രാങ്ക് ആയിട്ട് എടുക്കുക. അപ്പം ഇതിവിടെ ഞാൻ എൻ്റെ ഒരു സൈഡ് ഫിക്സഡ് ആണ്. എന്നിട്ട് ഇതിങ്ങനെ കറക്കാൻ നേരത്തെ എന്തോന്ന് പറ്റും, ഇത് ഇങ്ങനെ പോയി ഇങ്ങനെ വന്നു, ഇങ്ങനെ പോയി ഇങ്ങനെ വന്നു, ഇങ്ങനെ പോയി ഇങ്ങനെ വന്നു. അപ്പോൾ ഇതിനെപ്പോഴും ഈ മോഷൻ തന്നെ ആയിരിക്കും. ഈ കണക്റ്റിംഗ് റോഡാണ് ഇതിനെ ഇങ്ങനെ കറക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണ് സംഭവം, നിങ്ങൾക്ക് അറിയാം. ശരി, അപ്പം ഇതാണ് ക്രാങ്ക്, ഇതാണ് കണക്റ്റിംഗ് റോഡ്, ഇതാണ് പിസ്റ്റൺ. ഇത് ഒരു ലിങ്ക്. അപ്പോൾ ഈ ലിങ്കിലാണ് എന്താണുള്ളത്, ഒമേഗ ഉള്ളത്. അതുപോലെ ഓരോ ലിങ്കിലായിരിക്കും ഒമേഗ കാണുന്നത്, ഓരോ പോയിന്റ് അല്ലെങ്കിൽ ജോയിന്റിലായിരിക്കും വെലോസിറ്റി കാണുന്നത്. ശരി, ഇനിയിപ്പം ഒരു ലിങ്കിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആ ലിങ്കിലെ വെലോസിറ്റി വരിക. ഒരു ലിങ്കിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആ ലിങ്കിലെ വെലോസിറ്റി വരിക. അതായത് ഇപ്പം OA എന്ന് പറഞ്ഞ ലിങ്ക്, അപ്പോൾ അതിനകത്ത് നമ്മൾ OA എന്ന് പറഞ്ഞ ലിങ്കിൽ നമ്മൾ എയിൽ വെച്ച് നമ്മൾ പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണെങ്കിൽ അത് എങ്ങോട്ട് പോയും, 90 ഡിഗ്രി എടുത്ത് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ കറക്റ്റ് അത് ഇങ്ങനെ മണ്ടയ്ക്കോട്ടോ പോകാം, താഴോട്ടോ പോകാം. ഓക്കെ, മണ്ടയ്ക്കോട്ടോ പോകാം, താഴോട്ടോ പോകാം. എന്തോന്ന് അതിൻ്റെ വെലോസിറ്റി. സപ്പോസ് ഇതിപ്പോൾ ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇത് താഴോട്ട് വരും. സപ്പോസ് ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇത് മണ്ടയ്ക്ക് എന്ന് പറഞ്ഞ ഡയറക്ഷൻ വരും. ഓക്കെ, ഇതിപ്പം കൗണ്ടർ ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇത് മണ്ടയ്ക്കോട്ട് ഇങ്ങനെ നമ്മൾ ഇട്ടിട്ട് ഇതാണ് ഇതിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞ് കാണിക്കും. ഇതിൻ്റെ സപ്പോസ് ഇതിപ്പം ക്ലോക്ക് വൈസ് ആയിരുന്നെങ്കിൽ നമ്മൾ എന്തോന്ന് ഇതിനെ താഴോട്ട് ഇങ്ങനെ വരച്ചിട്ട് ഇതെന്ന് പറഞ്ഞാൽ കാണിക്കുന്നത്. ഇത് 90 ഡിഗ്രി, അതുപോലെ മണ്ടയ്ക്കത്തേതും 90 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പം അതാണ് ഇതിൻ്റെ ഒരു ഐഡിയക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ശരി, ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഫസ്റ്റ് മോഡ്യൂളിൽ നമുക്ക് സ്ലൈഡർ ക്രാങ്കും തരാം, 4 ബാർ മെക്കാനിസവും തരാം. ഇത് രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം തന്നിട്ട് നമ്മളോട് പറയും നിങ്ങളതിൻ്റെ വെലോസിറ്റി ഇതിൻ്റെ ബിയുടെ വെലോസിറ്റി എടുക്കുക, എയുടെ വെലോസിറ്റി എടുക്കുക, അങ്ങനെ പറയും. ഒമേഗ എന്ന് പറയുമ്പോൾ എയുടെ ഒമേഗ എന്ന് പറയത്തില്ല, ഒന്നെങ്കിൽ ബിയുടെ ഒമേഗ എന്ന് പറയും, അല്ലെങ്കിൽ OAയുടെ ഒമേഗ എന്ന് പറയും. അതാണ് ഞാൻ പറഞ്ഞത്. ഒമേഗ എന്ന് പറഞ്ഞ ഒരു ലിങ്കാണ്, ബി എന്ന് പറയുന്നത് ഒരു ജോയിന്റ് അല്ലെങ്കിൽ ഒരു പോയിന്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വെലോസിറ്റി ആൻഡ് ഒമേഗ കണ്ടുപിടിക്കാനാണ് രണ്ട് സ്ഥലത്തും ചോദിക്കുന്നത്. ഓക്കെ, വെലോസിറ്റി ആൻഡ് ഒമേഗ, ഇവിടെ അത് തന്നെ, വെലോസിറ്റി ആൻഡ് ഒമേഗ. ഇനി അപ്പം അത് മാത്രം പഠിച്ചാൽ പോരെ എന്ന് വിചാരിക്കും. അപ്പം അതിന് ഫസ്റ്റ് മോഡ്യൂളിനകത്ത് 2 ഡീവിയേഷൻ ഉണ്ട്. ഒന്ന് ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾ ഇത് കണ്ടുപിടിക്കാന്ന് പറയും. ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് വെലോസിറ്റി അല്ലെങ്കിൽ ഒമേഗ കണ്ടുപിടിക്കാൻ പറയും. അതുപോലെ തന്നെ ഇൻസ്റ്റന്റേനിയസ് സെന്റർ മെത്തേഡ് ഉപയോഗിച്ച് സെന്റർ അല്ലെങ്കിൽ IC നമ്മൾ IC മെത്തേഡ് ഉപയോഗിച്ചും ഇതിനെ ഡിനോട്ട് ചെയ്യാൻ പറയും. ഓക്കെ, അപ്പം നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് സ്ലൈഡർ ക്രാങ്കും ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് 4 ബാറും വരയ്ക്കാൻ പഠിക്കണം. അതുപോലെ തന്നെ ഇൻസ്റ്റന്റേനിയസ് മെത്തേഡ് ഉപയോഗിച്ച് സ്ലൈഡർ ക്രാങ്കും ഇൻസ്റ്റന്റേനിയസ് മെത്തേഡ് ഉപയോഗിച്ച് 4 ബാറിലെ വെലോസിറ്റിയും ഒമേഗയും ഇത് വരയ്ക്കാൻ പഠിക്കണം. അങ്ങനെ ഈ 4 ചോദ്യം മാത്രം പഠിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് ഫസ്റ്റ് മോഡ്യൂൾ അറ്റൻഡ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് മോഡ്യൂൾ 1 എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ.